വേണ്ട, അത് വേണ്ട. അത് വേണോ അമ്മ? എനിക്ക് ജന്മം തന്ന അമ്മയാണ് എന്നെ പ്രസവിച്ച്. ഇത് കാണപ്പെട്ട അമ്മയാണ്. എൻ്റെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ മലയാളികളുടെയും എല്ലാവരുടെയും മാതൃകയായ ഒരു മാതൃകാ അമ്മയാണ്. ഞങ്ങളുടെ എല്ലാം കാണപ്പെട്ട അമ്മയാണ്. ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. ശരി, തമാശല്ല. ഒരാൾ പോയി അടുത്ത പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേർക്ക് കഴിവ് കൊടുക്കുന്ന നമ്മളാ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 3 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അപ്പനെ കുത്തിയിട്ടുണ്ട് കത്തിക്ക് കുറച്ച് പിന്നെ. നമുക്ക് സ്പോൺസർ ചെയ്ത ജോസേട്ടനും ഇതുപോലൊരു മാതൃകയാണ്. അപ്പോൾ അല്ലേ, ഇത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് ഒരു രാഷ്ട്രീയ പ്രതിഷേധ ചടങ്ങൊന്നുമല്ല. നമ്മുടെ ഒരു സേവനം. ഇപ്പം നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കൊക്കെ നമ്മൾ മൊബൈൽ ഇല്ലാത്തവരുണ്ട്. അവർക്ക് മൊബൈൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, പിന്നെ സിമ്മ് സഹിതം. അപ്പം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള വാർഡ് മെമ്പറെ, അയൽവാസികളും പോലീസ് സ്റ്റേഷനും ആരോഗ്യ പ്രവർത്തകരെ എല്ലാം നമ്പർ ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുകയാണ്. ഇവർക്കെല്ലാം ഓരോരുത്തരുടെയും മൊബൈൽ ഡയൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് സ്പീഡ് ഡയൽ ഇട്ടിരിക്കുകയാണ്. 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയൽവാസി, 2 പ്രസ് ചെയ്താൽ വാർഡ് മെമ്പർ, 3 പ്രസ് ചെയ്താൽ പോലീസ് സ്റ്റേഷൻ. അതേ രീതിയിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി ഈ മൊബൈല് ഇവിടെ ഈ അമ്മമാർക്ക് നൽകുവാൻ വേണ്ടി ആണ് മറിയക്കുട്ടി അമ്മ, നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ അമ്മ വന്നിരിക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ ഈ കൊല്ലക്കാരൻ്റെ ഇടുക്കിയിലുള്ള ഈ അമ്മയെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം അമ്മയും എന്നെ മകനായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെ പത്തനാപുരത്ത് ഈ തലവൂരിൽ മകനല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യം അമ്മയ്ക്കും ഇല്ലല്ലോ ഈ പ്രായത്തിൽ. ഇവിടെ ഇന്ന് ഈ വയോജനങ്ങളുടെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആണ് ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കാൻ പറ്റിയ അർഹതപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഇതാണ്. അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് മറിയക്കുട്ടി അമ്മയാണ്. അപ്പോൾ അമ്മയുടെ കരങ്ങളിലൂടെ തന്നെ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ് രണ്ടാൽമൂട് വാർഡിൽ നിന്നും ഈ പദ്ധതിയുടെ. അമ്മ പങ്കജാക്ഷി അമ്മ ഈ അമ്മയ്ക്കാണ് കൊടുത്തില്ല. അങ്ങോട്ട് നോക്കിയാട്ടെ. പ്രതി വാർഡ് മെമ്പറാണല്ലോ. അപ്പം ഈ വാർഡിലെ എല്ലാവരുടെയും കൂടെ ജനപ്രതിനിധിയാണ്. അപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു നിവേദനമാണ്. കേരളത്തിലെ എല്ലാ സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കെല്ലാം ഈ മുഖ്യമന്ത്രി ഫ്രീ ആയിട്ട് കേരളത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് മൊബൈലും വിത്ത് സിമ്മും കൊടുക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നിവേദനം നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ്. അത് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രിയുടെ കിട്ടുന്ന അത് കിട്ടും. അല്ല, അവരെ നീന്തി കോളേജിൽ കാണും. അല്ല, ഇവിടെ കിട്ടിയെന്ന് വരികയില്ല. എന്തായാലും അവിടെ വീട്ടിൽ കിട്ടൂല. നിങ്ങൾ വേറെ വല്ല ആഗ്രഹിച്ചാൽ മതി. അതൊന്നും നടക്കാൻ പോണില്ല. എന്തായാലും അമ്മ പറഞ്ഞു കിട്ടിയിട്ടില്ല, പിന്നെ പറയാത്തത് റേഷനില്ല. പിന്നെ ഇത് അമ്മ ഈ രഞ്ജിത്ത് മെമ്പറിനെ പറ്റി എന്തോ അഭിപ്രായം കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അന്നാരും കണ്ടപ്പോൾ കണ്ണു മാത്രം ഉണ്ടാകും. ഇവിടെ മെമ്പർ വേറിട്ട രീതിയിൽ ഒരു പ്രതികരണം നടന്നു. അപ്പം ഇനി നിങ്ങൾ രണ്ടോടെ ചേർന്ന് എന്തെങ്കിലും പുതിയ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ അഭിപ്രായമുണ്ട്. ഉണ്ട്. പദ്ധതിയല്ല, അതിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇവിടെ ഇനി എപ്പോൾ വേണമെങ്കിലും തുടങ്ങും. അതിൻ്റെ ശരിയാ, സമയമൊന്നും പറയാനില്ല. എപ്പോൾ തോന്നുന്നു അന്നേരം. എനിക്ക് അരിയൊന്നും കിട്ടണില്ല, അതുപോലെ പെൻഷൻ കിട്ടുന്നില്ല. പിന്നെ എൻ്റെ ഒരു മകൾക്ക് വാൽവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വാൽവ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് ഓപ്പറേഷൻ ചെയ്യണം, തമിഴ്നാട്ടിൽ വേണം. അപ്പോൾ പ്രധാനമന്ത്രിയുടെയാണ് അവിടെ ചോണ്ടിശ്ശേരി ആശുപത്രി. അപ്പോൾ ഒരു നല്ല സഹായം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് പോയി. അപ്പോൾ പകൽ കോൺഗ്രസും രാത്രി കോൺഗ്രസും അല്ലോ, അത് തന്നെ പകൽ BJP ആണെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഇവരെങ്ങനെയാണ് നടക്കണത്? അത് അവരുടെ സ്വഭാവമല്ലേ പറഞ്ഞത്. എനിക്കൊരു പാർട്ടിയാണ് സ്വതന്ത്രമാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി അമിച്ചിന്ന് വിളിച്ചു. എനിക്ക് തിരിഞ്ഞോളൂ. ബാക്കി ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ പറയാവുന്നുള്ളൂ. അത്രയും പറയാം. അപ്പോൾ ഇയാൾ തരണ്ടേ. പ്രധാനമന്ത്രി എന്നത് നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? അത് വേറെയല്ലേ. അത് ആരെയാ? പ്രധാനമന്ത്രി. ഫലം കാണുമോ? അതൊക്കെ ഉണ്ടാവും. നല്ല വിശ്വാസത്തിലാ.
എനിക്ക് നല്ല വിശ്വാസമാണ്. ഈ മകളുടെ ചികിത്സയ്ക്കുള്ള സഹായം കിട്ടും? അത് പണമായിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല ആശുപത്രിയിൽ. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഇപ്പോൾ 3 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അപ്പനെ കുത്തിയിട്ടുണ്ട് കത്തിക്ക് കുറച്ച് പിന്നെ. അപ്പോൾ ഞാൻ ചോദിക്കണേ, ആ പ്രതി ഈ വീട്ടിൻ്റെ ഉള്ളിൽ അവൻ മുട്ടായി മേടിച്ച് കൊടുക്കണം എല്ലാം തെളിവാണ്. അത് കഴിഞ്ഞ് ഈ കൊച്ചിനെ കൊന്നു, അകത്ത് കയറി പീഡിപ്പിച്ച് കൊന്നേച്ച് അവൻ്റെ അകത്തുനിന്ന് 2 വാലിട്ട് എല്ലേക്കിടെ കടന്നു പോകണമെങ്കിൽ നമ്മളോളം പക്കത്തുണ്ട് ജനത. ഇതിൽ കയറി പോകണമെങ്കിൽ പിന്നെ വേറൊരാൾ സാക്ഷി വേണോ? അപ്പോൾ അത് പിടിക്കണേ എന്നാ വിഷമം. ഇന്നിപ്പോൾ ആ പ്രശ്നമുണ്ട്, അവനെ ഒളിപ്പിച്ചേച്ച് ഇന്ന് ഗുണ്ടകൾ കുത്തിയിട്ടുണ്ട് അതിൻ്റെ അച്ഛനെ. മെഡിക്കൽ കോളേജിൽ വന്നു. അപ്പോൾ അവിടെ വാളെ അറിയും. ഈ പിണ്ടായോട്ട് തന്നെ കരിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കരി തന്നെയല്ലേ, നമ്മളെ കൊച്ചകളെ കൊന്നു. അതുപോലെ അവർ ജാഥ ചെയ്യാൻ പാടില്ല, അവരെ തല ഇല്ല പൊട്ടിയ. ഇതൊക്കെ നമുക്ക് പ്രശ്നമല്ലേ, അവർ വൈരാഗ്യമല്ലേ. എത്രയായാലും അതാത് വീടുകളിൽ കണ്ടിരിക്കുന്ന അമ്മമാർക്ക് ശകലം ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് എന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അത് പിണ്ടായിനെ എനിക്കുള്ളൊന്നും പറയണ്ടോ. എനിക്ക് ഇതുണ്ട്, കാരണം ഈ പിള്ളേരിങ്ങനെ ചെയ്യണേ. അപ്പോൾ അയാളുടെ കല്ലെല്ലാം ഒന്ന് അടിച്ചു നോക്കാൻ ആഗ്രഹമില്ലേ? ഇതുപോലെ ചോരാന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കണേനും എനിക്ക് പേടിയുണ്ട്. അതിനെ പുറകെ പിള്ളേരെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുകയല്ലേ, അടുത്ത പിള്ളേരെ. ഒരാൾ പോയാൽ അടുത്ത പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേർക്ക് കഴിവ് കൊടുക്കണം നമ്മളാ അല്ലേ? അത് തന്നെ ഇറങ്ങിയേക്കണേ, ട്യൂഷൻ കൊടുക്കുക. അല്ല, എനിക്ക് അമ്മയെ വിളിച്ച ഏറ്റവും നല്ല കരങ്ങളിലൂടെ കൊടുക്കാൻ വേണ്ടിയാണ്. ഇതാ നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഇവിടെ നിന്ന് ഈ വയോജനങ്ങളുടെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആണ് ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കാൻ പറ്റിയ അർഹതപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഇതാണ്. അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് മറിയക്കുട്ടി അമ്മയാണ്. അപ്പോൾ അമ്മയുടെ കരങ്ങളിലൂടെ തന്നെ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ് രണ്ടാൽമൂട് വാർഡിൽ നിന്നും ഈ പദ്ധതിയുടെ. അമ്മ പങ്കജാക്ഷി അമ്മ ഈ അമ്മയ്ക്കാണ്. കൊടുത്തില്ല. അങ്ങോട്ട് നോക്കിയാട്ടെ രണ്ടുപേരും, അങ്ങോട്ട് നോക്കിയാട്ടെ രണ്ടുപേരും, അങ്ങോട്ട് നോക്കിയാട്ടെ. എന്നെ അറിയുമോ? കണ്ടിട്ടുണ്ട്, കുമ്മായൊക്കെ അടിച്ചതെന്ന് കണ്ടിട്ടുണ്ട്. എന്നെ ഇവര് ചോദിച്ചോട്ടെ, ബാക്കി ആരും പറഞ്ഞോളാം. അവര് ചോദിക്കട്ടെ. ആരുടെ വീഡിയോ കണ്ടപ്പോ ആളെ അറിയലായിരുന്നു, കണ്ണ് മാത്രം കാണാമായിരുന്നുള്ളൂ. അങ്ങനെ പ്രതികരിച്ചതിനെ പറ്റി എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അത് നല്ല കാര്യമല്ലേ, അങ്ങനെ ഞങ്ങളും ചെയ്തില്ലേ. നാട്ടിൽ എല്ലാവർക്കും നല്ല ചെയ്യണം, അതിനാണ് അവർ തിരഞ്ഞെടുത്തേക്കണേ. അത് തന്നെ എൻ്റെ ശരി. ആ പ്രയോജന അവർ പഠിച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായാൽ വിളിക്കുക, ഓടിച്ചെല്ലും. അങ്ങനെ ആരുടെയും ആശ്രയം വേണ്ട, അത് എത്ര ഉള്ള കാര്യം. അമ്മ ഈ മൊബൈലുകൾ ഈ അമ്മമാർക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ജനപ്രതി വാർഡ് മെമ്പറാണല്ലോ. അപ്പം ഈ വാർഡിലെ എല്ലാവരുടെയും കൂടെ ജനപ്രതിയാണ്. അപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു നിവേദനമാണ്. കേരളത്തിലെ എല്ലാ സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കെല്ലാം ഈ മുഖ്യമന്ത്രി ഫ്രീ ആയിട്ട് കേരളത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് മൊബൈലും വിത്ത് സിമ്മും കൊടുക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നിവേദനം നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ്.